ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ടി അജയൻ അവരുടെയാണ്. അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ലായെങ്കിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് ജില്ലാ പഞ്ചായത്ത് അംഗം എത്തിച്ചേർന്നിട്ടില്ല ശ്രീമതി വി സരോജാദേവി അവരുടെയാണ്. എത്തിച്ചേർന്നിട്ടില്ല എങ്കിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് ഇടമലക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ജോളി കെ റജിയാണ്. എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും സ്വാഗതം ആശംസിക്കുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള ശ്രീ വി എസ് റാണ അവരുടെയാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള ശ്രീ എസ് ജെ പ്രേംരാജ് അവരുടെയാണ്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീമതി രാധാ രാജേന്ദ്രൻ അവരുടെയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിക്കൊണ്ടിരിക്കുകയും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ള ശ്രീമതി രാധാ രാജേന്ദ്രൻ അവരുടെയും ഈ യോഗത്തിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീമതി ജ്യോതി വിശ്വനാഥ് അവരുടെയാണ്. സ്കൂളിന്റെ ആദ്യ കാലഘട്ടം മുതൽ എല്ലാ പ്രവർത്തനങ്ങളിലും ആയിക്കൊണ്ടിരിക്കുന്ന ശ്രീമതി ജ്യോതി വിശ്വനാഥ് അവരുടെയും ഈ യോഗത്തിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് SMC ചെയർമാനായിട്ടുള്ള ശ്രീ MS നസർ അവരുടെയാണ്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് വെൽഫെയർ കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ AM റാഫി അവരുടെയാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് MBTA പ്രസിഡന്റ് ശ്രീമതി സീമായ അവരുടെയാണ്. അവരുടെയും ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് PTAയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രതീഷ് ബാലൻ അവരുടെയാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ ബഹുമാന്യനായ PTA പ്രസിഡന്റ് ശ്രീ മനോജ് കുമാർ അവരുടെയാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് CPIM ആയൂർ LC സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അമൽ വർഗീസ് അവരുടെയാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് സെക്രട്ടറി CPI ആയൂർ ലോക്കൽ കമ്മിറ്റി ശ്രീ ആയൂർ ഉണ്ണികൃഷ്ണൻ അവരുടെയാണ്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗം ശ്രീ കടയിൽ ബാബു അവരുടെയാണ്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് ഹെഡ് മാസ്റ്റർ UPS ശ്രീ ഹുമാൻ ഷാ AH അവരുടെയും ഈ യോഗത്തിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ SMC അംഗമായിട്ടുള്ള ശ്രീ B മുരളി അവരുടെയാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി നന്ദി അർപ്പിക്കാൻ ഉള്ള നമ്മുടെ ഹെഡ് മാസ്റ്റർ HSന്റെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള
ശ്രീമതി ദീപ TS ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ, അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ, മറ്റെല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. ഈ സമ്മേളനത്തിന് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ചീഫ് മാനേജർ കിലയിൽ നിന്ന് എത്തിയ ശ്രീ R. മുരളി അവർ ഈ വേദിയിലേക്ക് കടന്നെത്തണം എന്ന് ബഹുമാനോത്സരം അഭ്യർത്ഥിക്കുന്നു. കിലയിൽ നിന്ന് എന്റെ പ്രൊജക്ട് എഞ്ചിനീയർ ശ്രീ വിഷ്ണുവാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീ വിഷ്ണുവിനെ ആക്ച്വലി ചീഫ് എഞ്ചിനീയറായിരുന്നു ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അസൗകര്യങ്ങളാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ റിപ്പോർട്ട് നൽകാനാണ് എനിക്ക് നിക്ഷിപ്തമായിട്ടുള്ളത്. അപ്പോൾ ഈ വേദിയിൽ എത്തിച്ചേർന്നുള്ള എല്ലാവർക്കും വേദിയിലുള്ള സ്വർണ്ണം പറയുന്നത്, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വേദിയുടെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് അത് കഷ്ടപ്പെട്ട് തുടങ്ങുന്നു. അപ്പോൾ 2023 ഫെബ്രുവരി മാസമാണ് നമുക്ക് ഈ സ്കൂളിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ കിട്ടുന്നത്. 1,30,00,000 രൂപ കിഫ്ബിയിൽ നിന്നും ഉയർത്തിക്കൊണ്ടാണ് ഈ പദ്ധതി തുടങ്ങുന്നതായിരുന്നു. അപ്പോൾ അതിന് ഫൗണ്ടേഷൻ വരുന്നത് ആഴ്ചയിലൊക്കെ കൊടുക്കുക, അതായത് നോർമൽ ഫൗണ്ടേഷനിൽ പണി കൊടുത്ത് 2 നിലയ്ക്കുള്ള ബിൽഡിംഗാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ 3 ക്ലാസ്, അതായത് 6x6 6 മീറ്റർ ബൈ 6 മീറ്റർ നീളം വരുന്ന 3 ക്ലാസ്സുകളും, അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഇതേ സെയിം സ്ട്രക്ചറിലുള്ള 3 ക്ലാസ് റൂമുകളാണ്. അങ്ങനെ ടോട്ടൽ 6 ക്ലാസ് റൂമുകളാണ് ഈ പ്രോജക്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഫ്ലോർ 304 സ്ക്വയർ മീറ്റർ വരുന്ന 2 ഫ്ലോറുകൾ, അങ്ങനെ പരസ്പരം എല്ലാം ചേർത്ത് 415 സ്ക്വയർ മീറ്ററാണ് ടോട്ടൽ ഏരിയ വരുന്നത്. ഈ വർക്ക് കോൺട്രാക്ട് ഏറ്റവും ബേസ് ചെയ്യുന്ന കോൺട്രാക്റ്റാണ്. 4.2% എബോവാണ് വർക്ക് കോൺട്രാക്ട് എടുത്തിട്ടുള്ളത്. 9 മാസമാണ് നമ്മൾ ടോട്ടൽ കോൺട്രാക്ട് പീരീഡ് പറഞ്ഞിട്ടുള്ളത്. ശങ്കരമായി ഒരു കൊല്ലത്തിൽ കൂടുതൽ വർക്ക് കുറച്ചധികം നാളുകളായിട്ട് നീണ്ടുപോയി. ഇവിടെ ഒരു പോസ്റ്റ് മാറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്ത് വന്നപ്പോഴേക്കും കുറച്ച് നീണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ഈ അടുത്തിടയ്ക്കാണ് കംപ്ലീഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ബാക്കി തുടർ നടപടികൾ ഇതിനോടൊപ്പം നടക്കുന്നതായിരിക്കും. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് ബഹുമാനപ്പെട്ട HM ശ്രീമതി ദീപ TS അവരുടെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ശ്രീ ലിജു ആളുവില, യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പുനലൂർ നിയോജകമണ്ഡല MLA ശ്രീ TS സുബാൽ, അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണത്തിനായി എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R. ലതാദേവി, പേരിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള രക്ഷകർത്താക്കളെ, കുട്ടികളെ, ഏറ്റവും സന്തോഷത്തോടെ നമ്മൾ കുറെ നാളുകളായി നോക്കിയിരുന്ന് എത്തുന്ന ഒരു സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തി നിൽക്കുന്നത്. നമ്മുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ്. നമ്മൾ ഏകദേശം ഒരു 10 മാസത്തോളമായി കെട്ടിടത്തിലേക്ക് പോകുന്നത് സ്വപ്നം കണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ തുടർന്ന് വരുന്ന അധ്യയന വർഷം തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ടുള്ള ക്ലാസ് മുറികളോടുകൂടി ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നതിനുള്ള ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് 2025-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ജൂൺ 2-ന് സ്കൂളിലെ പ്രവേശനോത്സവത്തോടു കൂടിയാണ് ക്ലാസുകൾ ആരംഭിച്ചത്. 8 മുതൽ 10
10 വരെ ക്ലാസ്സുകളിലായി ഇവിടെ 70 കുട്ടികളാണുള്ളത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 11, 12 ക്ലാസ്സുകളിലായി 360 കുട്ടികളും അധ്യയനം നടത്തി വരുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ 9 ജീവനക്കാരും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 12 ജീവനക്കാരുമാണ് ഇവിടെ ജോലി ചെയ്തു വരുന്നത്. കൂടാതെ ICDSന്റെ ഒരു കൗൺസിലറും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ കുറച്ച് മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നാളുകളായുള്ള PTA-യുടെയും മറ്റും ശ്രമഫലമായി നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു വരുന്നതിന്റെ ഭാഗമായിട്ട് 2-3 വർഷം മുമ്പാണ് ഈ കിഫ്ബിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഫണ്ട് അലോട്ട് ചെയ്ത് വരികയും അതിന്റെ പ്രൊസീജിയറുകളൊക്കെ നടന്ന് വരികയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷത്തോടുകൂടി 1,30,00,000 രൂപ ചെലവഴിച്ചുള്ള നമ്മുടെ കെട്ടിടത്തിന്റെ ഏകദേശം പൂർത്തീകരണം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളോടുകൂടിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഹൈസ്കൂൾ വിഭാഗത്തിന് 6 ക്ലാസ് മുറികളുള്ള 1,30,00,000 രൂപയുടെ കെട്ടിടമാണ് കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും കുറച്ച് പരിമിതികളുണ്ട്. ക്ലാസ് റൂമുകൾ നടത്താനും ലൈബ്രറി, ഹയർ സെക്കൻഡറി ലൈബ്രറി പ്രവർത്തിക്കുന്നതിന്, ഓഫീസ് മുറി പ്രവർത്തിക്കുന്നതിനൊക്കെയുള്ള അപര്യാപ്തതകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിരന്തരമായ ആവശ്യങ്ങളുടെ ഫലമായി നമുക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ചുള്ള ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിന്റെയും പ്രവർത്തനം നടന്നു വരുന്നു. അപ്പോൾ പുതിയ കിഫ്ബി വിഭാഗം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം, പ്രവർത്തനം നടത്തിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇനി നമ്മൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറുമ്പോഴും നമ്മൾ ഒരുപാട് പരിമിതികൾക്കുള്ളിലാണ് നിൽക്കുന്നത്. ഏറ്റവും പ്രധാന ഹൈസ്കൂളിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാന പരിമിതി എന്ന് പറയുന്നത് കുട്ടികളുടെ അപര്യാപ്തത തന്നെയാണ്. 8, 9, 10 ക്ലാസ്സിലായി മലയാളം, ഇംഗ്ലീഷ് മീഡിയം വിഭാഗങ്ങളാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. പക്ഷേ കുട്ടികളുടെ എണ്ണം 70ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എണ്ണത്തിലുള്ള കുറവ് ഹൈസ്കൂളിനെ വളരെയധികം ആശങ്കയിലാക്കുന്നു. ആയൂര് പോലെയുള്ള ഒരു ടൗണിൽ ഉള്ള ഒരു ഹൈസ്കൂള് ഹയർ സെക്കൻഡറി വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ഹൈസ്കൂളുകളിൽ എപ്പോഴും സ്ട്രെങ്ത് ഒരുപാട് കൂടുതലാണ്. അപ്പൊ ഇത്രയുമൊക്കെ ഉണ്ടായിട്ടും ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രശ്നം വാഹനമില്ല എന്നുള്ളതാണ്. പരിസരത്തുള്ള എല്ലാ സ്കൂളുകളിലും കുട്ടികളെ വീടുകളിൽ നിന്ന് കൊണ്ടുവരാനുള്ള വാഹന സൗകര്യവും നമുക്കതില്ല എന്നുള്ളത് തന്നെയാണ് ഹൈസ്കൂളിലെ ഒന്നാമതായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രക്ഷകർത്താക്കള്, ഞാൻ ഉൾപ്പെടെയുള്ള ഏതൊരു രക്ഷകർത്താവും കുട്ടി ഏറ്റവും സേഫായി സ്കൂളിൽ പോയി വരണമെന്ന് ആഗ്രഹിക്കുന്നിടത്തോളം കുട്ടിക്ക് വാഹനം അത്യാവശ്യമാണ്. അപ്പോൾ അത് പരിഹരിച്ചാൽ മാത്രമേ ഹൈസ്കൂളിന്റെ ഒരു കുട്ടികളുടെ എണ്ണത്തിലുള്ള ഒരു വർധനവ് ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ പുതിയ ക്ലാസ് മുറി അനുവദിച്ചിട്ടുണ്ട്. 6 ക്ലാസ് മുറികളാണ്. നമുക്ക് വർഷങ്ങളായിട്ട് പുതിയ ബെഞ്ച് ഡെസ്കുകളൊന്നും ലഭിക്കുന്നില്ല. കുട്ടികളുടെ എണ്ണം കുറവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇനി എന്തിനാണ് പുതിയത് എന്നാണ് നമ്മൾ പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മറുപടി. പക്ഷെ ബെഞ്ചുകൾ റിപ്പയർ ചെയ്യുന്ന സാഹചര്യമാണ്. അതിന് നമുക്ക് ഫണ്ടുകളില്ല. മോശമായി പോകുന്നു. വർഷങ്ങൾ ഏകദേശം 6-7 വർഷമായിട്ട് നമുക്ക് പുതിയ ബെഞ്ചുകളോ ഡെസ്കുകളോ ലഭിച്ചിട്ടില്ല. പരീക്ഷയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ പുതിയ കെട്ടിടത്തിലേക്ക് നമുക്ക് ഫർണിച്ചറുകളുടെ അപര്യാപ്തതയുണ്ട്. പുതിയ കെട്ടിടത്തിൽ അതുപോലെ തന്നെ ബോർഡുകളൊന്നുമില്ല. കെട്ടിടം മാത്രമേ പണിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിലെ ബോർഡ് സൗകര്യമൊക്കെ ഇല്ല. അപ്പൊ ഈ അപര്യാപ്തതകൾ, കുട്ടികൾക്ക് ഹാൻഡ് വാഷ് ഏരിയ ഇല്ല. ഇങ്ങനെയുള്ള കുറച്ച് പരിമിതികളുണ്ട്. ജൂൺ മാസത്തിൽ നമ്മുടെ പുതിയ ക്ലാസ്സുകളൊക്കെ അവിടെ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് അപര്യാപ്തതകൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറിയിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വരുന്നതോടുകൂടി അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. ഇവിടെ എല്ലാ സ്കൂളിലെ എല്ലാ ആഘോഷ പരിപാടികളും ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഓണം, സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം തുടങ്ങി ഇങ്ങോട്ട് യൂത്ത് ഫെസ്റ്റിവല് ഏറ്റവും അവസാനം 27-ാം തീയതി ആനിവേഴ്സറി വരെ ഏറ്റവും ഭംഗിയായി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, UP വിഭാഗങ്ങൾ ചേർന്നാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ കുട്ടികളെ യൂത്ത് ഫെസ്റ്റിവലുകളിൽ പങ്കെടുപ്പിക്കുക, അതുപോലെ തന്നെ കായിക മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുക. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും വരെ നമ്മുടെ കുട്ടികൾ എത്തി മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടി വന്നിട്ടുണ്ട്. ശാസ്ത്രമേളകളിൽ നമ്മുടെ കുട്ടികൾ സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാന തലം വരെ എത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായി, ഏറ്റവും അച്ചടക്കത്തോടു കൂടി ഏറ്റവും ഭംഗിയായി നമ്മുടെ സ്കൂള് പ്രവർത്തിച്ചു വരുന്നു.
ശ്രീ സിംബാലാവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യായ വേള പുനലൂർ MLA ശ്രീ PS ബാലൻ അവർ ഈ സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞ ശ്രീമതി ജി അമ്പിളി, സ്കൂളിന്റെ പ്രിൻസിപ്പൽ, റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീ വിഷ്ണു, ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി KK ജ്യോതി അവർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ PS റാണ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ SJ പ്രേംരാജ്, വാർഡ് മെമ്പർ ശ്രീമതി രാജ രാജേന്ദ്രൻ, വാർഡ് മെമ്പർ ശ്രീ ജ്യോതി വിശ്വനാഥ്, SMCയുടെ ചെയർമാൻ ശ്രീ MS നാസർ, മുൻ വാർഡ് മെമ്പർ ശ്രീ GS അജയ്കുമാർ, വെൽഫെയർ കമ്മിറ്റി അംഗം ശ്രീ AM റാഫി, വൈസ് പ്രസിഡന്റ് ശ്രീ രജീഷ് ബാലൻ, CPIM-ന്റെ ആയു LC സെക്രട്ടറി ശ്രീ അമൽ വർഗീസ്, CPI-യുടെ ആയു ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ആയു ഉണ്ണികൃഷ്ണൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശ്രീ കടയിൽ ബാബു, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ K സന്തോഷ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ആൻസി K ജോയി, SMC അംഗം ശ്രീ B മുരളി, റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീമതി ദീപ TS ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട രക്ഷകർത്താക്കളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ബഹുമാനായ പുനലൂർ MLA അദ്ദേഹത്തിന്റെ ശ്രമഫലമായി കിഫ്ബി ഫണ്ട് 1,30,00,000 രൂപ വിനിയോഗിച്ച് അതിമനോഹരമായി നിർമ്മിച്ച ഒരു ബഹുനില മന്ദിരം, അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 1 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഹയർ സെക്കൻഡറി കെട്ടിടത്തിന്റെ നിർമ്മാണം, ഉദ്ഘാടനം എന്നിവയാണ് ഇന്ന് നടക്കുന്നത്. നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വികസന പദ്ധതികൾ നടപ്പിലാക്കുകയും നടപ്പിൽ വരുത്തേണ്ടതുമായ ഒരു കാര്യമാണ്. വിദ്യാഭ്യാസ കെട്ടിടങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ സൗകര്യവും അത് വിദ്യാഭ്യാസ നിലവാരത്തെയും അതുപോലെ തന്നെ കൂടുതൽ കുട്ടികൾ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് ആകൃഷ്ടരായി എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പ്രധാനമായും നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കുട്ടികളുടെ കുറവാണ്. വളരെ അധികം വർദ്ധിച്ചു വരുന്ന സമാന്തരമായ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അഞ്ചലൈൻ്റെ ഒരു ഹബ്ബായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എടുക്കാനുണ്ട് എന്നതുകൊണ്ട് ദീർഘമായ മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നുപോകുന്നില്ല. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഉദ്ഘാടന പ്രസംഗം നടത്തിയതിനു ശേഷം മുകളിലെ പുതിയ കെട്ടിടത്തിൽ നാടൻ കുറിച്ച് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ആദ്യം നിലവിളക്ക് കത്തിച്ചും അതിനുശേഷം ഉദ്ഘാടന പ്രസംഗവും നടത്തി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനും
ബഹുമാനപ്പെട്ട MLA ശ്രീ PS സുബാൽ അവരെ ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം പറഞ്ഞ ജില്ലാ പ്രിൻസിപ്പൽ ശ്രീമതി ജി അബ്ദുലി ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള ശ്രീ DS ശ്രീ SJ പ്രഭുരാജ്, വാർഡ് മെമ്പർ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീമതി രാധാകൃഷ്ണൻ, വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീമതി ജ്യോതി വിശ്വനാഥ്, SMC ചെയർമാൻ ശ്രീ FS നാസർ, ശ്രീ അജയകുമാർ, ശ്രീ മറാഠി, വിജീഷ് ബാലൻ, അഭയ് വർഗീസ്, ആയോ ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ അരവിന്ദ് ബാബു, ശ്രീ കുമാർ ഷാ, ശ്രീ D മുരളി, ശ്രീമതി ദീപ PS, ശ്രീ മനോജ് കുമാർ, ശ്രീമായും മറ്റ് വലിയുള്ള മേധാവികൾ, സന്നിഹിതരായിട്ടുള്ള ബഹുമാനരായിട്ടുള്ള അധ്യാപകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ആയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇന്ന് വളരെ സന്തോഷത്തിന്റെ ദിനമാണ്. 1,30,00,000 രൂപ വിനിയോഗിച്ചുകൊണ്ട് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം 1 കോടി രൂപ പ്ലാൻ ഫണ്ടിൽ വെച്ച് ആ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഈ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ ചടങ്ങിന് ആദ്യമായി എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒട്ടേറെ പേർ നമ്മുടെ വേദിയിൽ ആശംസകൾ അറിയിക്കാൻ വേണ്ടി പങ്കെടുക്കുന്നു. ഇന്ന് രാവിലെ മുതൽ നിരവധിയായിട്ടുള്ള നമ്മുടെ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അതിൽ പങ്കെടുത്തു വരികയാണ്. അതുകൊണ്ടാണ് ഇവിടെ വരാൻ അല്പം വൈകിയത്. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.
അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഈ അവസരത്തിൽ നടക്കുന്നില്ല. നമ്മുടെ സ്കൂൾ നേരത്തെ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. പിന്നീടാണ് അത് ഗവൺമെന്റ് ഏറ്റെടുത്തത്. ഇപ്പോഴൊരു സർക്കാർ വിദ്യാലയമായി പ്രവർത്തിക്കുന്നു. നമ്മുടെ ഈ മേഖല എന്ന് പറയുന്നത് വളരെ സാധ്യതയുള്ള മേഖലയാണ്. നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ്. തീർച്ചയായിട്ടും അത്തരമൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഉണ്ടാകും. കാലാകാലങ്ങളിൽ ജനപ്രതിനിധികളും സമിതികളും സർക്കാരിനെല്ലാം മുൻകൈ എടുക്കാൻ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി വന്നിരുന്നു. ഇപ്പോൾ നമുക്ക് പുതിയ ഒരു കെട്ടിടം അത് പൂർത്തീകരിക്കാൻ കഴിയും. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ച് അത് പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് മതിയായിട്ടുള്ള ഒരു സ്ഥല സൗകര്യം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. സ്ഥലപരിമിതി എന്നുള്ള ആ ഒരു പരിമിതികൾ മാറി കിട്ടുകയാണ്. തീർച്ചയായിട്ടും ഇത് വളരെ സന്തോഷത്തിൽ വക നൽകുന്ന കാര്യമാണ്. ഇവിടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ സർക്കാർ ഒരു പ്രത്യേകമായിട്ടുള്ള പാക്കേജ് തന്നെ രൂപപ്പെടുത്തിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റി പദ്ധതിയിലൂടെയാണ് കോടിക്കണക്കിന് രൂപ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക സ്കൂളുകളിലെല്ലാം തന്നെ നല്ല സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ ഇതിനോടകം നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ നല്ലതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന സാഹചര്യമാണ് അവരുടെ സംജാതം. ഒരു സമയത്ത് വേണ്ടത്ര സൗകര്യങ്ങളില്ലാതെ വിദ്യാർത്ഥികൾ തന്നെ കൊഴിഞ്ഞു പോകുന്ന നിലയാണ് സ്കൂളുകളിൽ ഉണ്ടായത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അടിസ്ഥാന സൗകര്യമില്ലാത്തതുകൊണ്ട് അധ്യാപകരില്ലാത്തതുകൊണ്ട് വിദ്യാലയങ്ങൾ ഉപേക്ഷിച്ച് പോയ സാഹചര്യങ്ങൾ പോലും കേരളത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയത്തിലേക്ക് വന്നു എന്ന് കാണാനില്ല. അപ്പോൾ നമ്മുടെ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചതുകൊണ്ട് സ്കൂളിലെ പഠന നിലവാരം മെച്ചപ്പെട്ടതുകൊണ്ട് വിദ്യാർത്ഥികളുടെ സർഗാത്മകതയുമായി ബന്ധപ്പെട്ട് അതിനുള്ള കഴിവെടുക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികളുടെ പഠനമാണ് അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമെങ്കിൽ പാഠ്യേതരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുക എന്നത് കൂടി സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യമാണ്. നമ്മുടെ ശാസ്ത്രമേളകൾ അതിലേക്കാണ് സംഘടിപ്പിക്കുന്നത്. കലോത്സവങ്ങൾ എന്ന് പറയുന്നത് വലിയ ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ഉത്സവങ്ങളാണ് മാറുന്നത്. ഏറ്റവും ഒടുവിൽ തൃശ്ശൂരിൽ നമ്മുടെ കലോത്സവം സംഘടിപ്പിച്ചപ്പോൾ അതിലെ പങ്കാളിത്തം, അതിലെ അനുഭവങ്ങൾ, അതിന് തൊട്ട് മുമ്പ് കൊല്ലത്ത് നമ്മുടെ കലോത്സവം നടന്നപ്പോൾ അതെല്ലാം തന്നെ വലിയ ജനകീയ മുന്നേറ്റങ്ങളായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. നടക്കുന്ന അനുഭവങ്ങളും മുൻകാലങ്ങളുണ്ടായി. പക്ഷെ ഇപ്പോൾ പാഠപുസ്തകങ്ങൾ അധ്യയന വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വരികയാണ്. യൂണിഫോം അധ്യയന വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വരികയാണ്. അങ്ങനെ കുഞ്ഞുങ്ങളുടെ എല്ലാ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുവാനും അവരുടെ സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കുന്നതിനും വേണ്ടിയുള്ള വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഇന്ന് നിരവധിയായിട്ടുള്ള വിദ്യാലയങ്ങളിൽ പോകുവാനും അവിടെ ഇതുപോലെയുള്ള നിർമ്മിതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ അവസരം ലഭിക്കും. ഇന്നലെ അച്ചൻകോവിൽ എന്ന പ്രദേശത്ത് തികച്ചും ഗ്രാമീണമായിട്ടുള്ള ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവിടെ വളരെ കുറച്ച് വിദ്യാർത്ഥികളാണ് ആ മേഖലയിൽ ആ സ്കൂളിൽ പഠിക്കുന്നത്. പക്ഷേ ആ കുറച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പണികഴിപ്പിച്ചത് 1,30,00,000 രൂപ ഇതുപോലെ കിഫ്ബിയിൽ
ഫണ്ട് അനുവദിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ പൂർത്തീകരണം നടത്തി ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിൽ ഇന്നലെ പങ്കെടുക്കുന്ന അവസരത്തിൽ ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആ ചടങ്ങിൽ പങ്കെടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ നോട്ട് ചെയ്യാം. ടീച്ചർ പറഞ്ഞത്, ഞാൻ വളരെ ദൂരെ നിന്ന് ഇവിടെ പഠിപ്പിക്കാൻ വന്ന ഒരു അധ്യാപിക, ഇവിടെ താമസിച്ചുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. എനിക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, പക്ഷേ എനിക്ക് കുറച്ചുകൂടി സൗകര്യമുള്ള സ്ഥലത്തേക്കാണ് ട്രാൻസ്ഫർ ആയത്. പക്ഷേ എനിക്ക് പോകാനൊരു പ്രയാസം നേരിടുകയും എനിക്ക് കുഞ്ഞുങ്ങളെ മറക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഈ സർക്കാർ നമ്മുടെ ഈ ഗ്രാമീണ മേഖലയിൽ ഒരുക്കി തന്ന ഈ സ്കൂളിന്റെ സൗകര്യങ്ങൾ മറക്കാൻ കഴിയുന്നു. ഇവിടെ കുറച്ച് നാൾ കൂടി പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം എന്നിലുണ്ട് എന്നാണ് ആ ടീച്ചർ സംസാരത്തിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ അടക്കം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഏതെങ്കിലും അധ്യാപികയിൽ കുറവുണ്ടെങ്കിൽ ഗസ്റ്റ് ലെക്ചറെ ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ ക്ലാസ് മുടങ്ങാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഗവൺമെന്റ് ഒരുക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഒന്നാമത്തെ പരിഗണന, ആരോഗ്യ മേഖലയ്ക്കാണ് ഒന്നാമത്തെ പരിഗണന. വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നാമത്തെ പരിഗണന കൊടുക്കുന്നത് നമ്മുടെ തലമുറയെ വാർത്തെടുക്കുന്ന പ്രക്രിയയിൽ ഇവരെല്ലാവരും തന്നെ നമ്മുടെ നാളെയുടെ വാഗ്ദാനങ്ങൾ എന്നുള്ള തരത്തിൽ നമ്മുടെ നാട് നയിക്കേണ്ടവർ, നമ്മുടെ സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടവർ, വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കേണ്ടവർ, ലോകത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ചേരേണ്ടവർ, അവർ നല്ല അറിവ് സമ്പാദിച്ച് നല്ല കഴിവ് നേടി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് അടിസ്ഥാന സൗകര്യങ്ങളുള്ള വിദ്യാലയങ്ങൾ രൂപപ്പെടുത്തുന്നു. കായിക രംഗത്ത് മുന്നേറാൻ കഴിയും, അതുപോലെ ശാസ്ത്രീയ രംഗത്ത് മുന്നേറാൻ കഴിയും. അവരുടെ വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികളെ പരിപോഷിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ വർണ്ണക്കൂടാരം എന്ന് പറഞ്ഞ പ്രീ പ്രൈമറി സ്കൂളുകളിൽ, LP സ്കൂളുകളിൽ ഒരുക്കുന്ന പ്രീ പ്രൈമറിയുമായി ബന്ധപ്പെട്ട വർണ്ണക്കൂടാരം മിക്കവാറും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ പല സ്കൂളുകളിലും അതായി കഴിഞ്ഞു. 13 ഇടങ്ങൾ ഒരുക്കിക്കൊണ്ടു. അവിടെ വരയിടമുണ്ട്, ശാസ്ത്രയിടമുണ്ട്, ഗണിതയിടമുണ്ട്. അങ്ങനെ 13 ഇടങ്ങളാണ്. വ്യത്യസ്തമായ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി വളരെ ചെറിയ പ്രായത്തിൽ അത് വളർത്തിക്കൊണ്ടുവരിക, അത് നേരിട്ട് അവർക്ക് അനുഭവവേദ്യമാകും. നിർമ്മിക്കുക, കുറച്ച് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക, ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നത് മാത്രമല്ല അടിസ്ഥാന സൗകര്യത്തോടൊപ്പം തന്നെ ഏറ്റവും നല്ല ഒരു അക്കാദമിക് അന്തരീക്ഷം ഒരുക്കിക്കൊണ്ടു. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. തീർച്ചയായും അതിലേക്ക് നമ്മൾ പതുക്കെ നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാലയങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അതിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ്. തീർച്ചയായിട്ടും ഇനിയും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നു. ഇത് സർക്കാരിന് മാത്രം ഒരു കടമയാണ് എന്നുള്ള തരത്തിൽ നമ്മൾ മാറി നിൽക്കാതെ നമ്മുടെ PTA സമിതി, അധ്യാപകർ, രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ, നമ്മുടെ പഞ്ചായത്ത് സമിതികൾ നിരന്തരമായി ചർച്ച ചെയ്ത് നമ്മുടെ വിദ്യാലയത്തിൽ എത്തുന്ന കാര്യങ്ങളാണ് ഇനി വേണ്ടത്. ഒരുമിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് ഏറ്റവും സമഗ്രമാക്കി ഒരു വിദ്യാർത്ഥിക്ക് എല്ലാം നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് കിട്ടുന്ന സംവിധാനം ലഭിക്കണം. അതോടൊപ്പം തന്നെ നല്ല കരുതൽ നമുക്ക് രൂപപ്പെടുത്താം. കരുതൽ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വളരെ ആസൂത്രിതമായി നീങ്ങുന്ന ലോബികൾ, അത് മയക്കുമരുന്ന് അടക്കമുള്ള അതിന്റെ വ്യാപനം തടയുവാൻ, അതെല്ലാം കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന് നമ്മൾ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം കൂടി രൂപപ്പെടുത്താൻ ശ്രമിക്കണം. കായിക മേഖലയിലേക്ക് വിദ്യാർത്ഥികളെ വഴിതിരിച്ച് വിടാൻ കഴിയും, അല്ലെങ്കിൽ സർഗാത്മക പ്രവർത്തനങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ വഴിതിരിച്ച് വിടാൻ കഴിയും. ഓരോ വീട്ടിലെയും വിദ്യാർത്ഥികളുമാണ് രക്ഷകർത്താക്കൾക്കുള്ള ബന്ധം പോലെ അതിനേക്കാൾ കൂടുതൽ ബന്ധം നമ്മുടെ അധ്യാപകർ. അങ്ങനെയാണ് അധ്യാപകർ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. എന്നാൽ കുറച്ചുകൂടി അവരെ നോക്കി അവരുടെ എല്ലാ പെരുമാറ്റങ്ങളും നിരീക്ഷിച്ച് നമുക്ക് അവരെ കൂടുതൽ കരുത്തുറ്റ വിദ്യാർത്ഥികളായി രൂപപ്പെടുത്താനുള്ള ഇടങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. തീർച്ചയായും അതിനുതകുന്ന ഒരു PTA സമിതി നമുക്കുണ്ട്, അതിനുതകുന്ന അധ്യാപകർ നമുക്കുണ്ട്. അതിലെല്ലാം പിന്തുണയും നൽകുവാൻ ഞങ്ങൾ എല്ലാ ജനപ്രതിനിധികളും
ഉണ്ടാകും എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഈ ചടങ്ങ് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഇതിയായിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായി മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹായം ഫണ്ട് ലഭ്യമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ 5 വർഷക്കാലത്തിനിടയിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 20ഓളം വിദ്യാലയങ്ങൾക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ പണം അനുവദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു പഴയകാല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള തരത്തിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള തരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനത്തിന് വക നൽകുന്ന ഒരു കാര്യം ഉള്ളതുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളെല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന് ചേർന്നുള്ള സ്കൂള് അതുപോലെ അവിടെ 1 കോടി അനുവദിച്ചു. അതുപോലെ നമ്മുടെ ഇടവളക്കൽ സ്കൂളിന് 1 കോടി രൂപ അനുവദിക്കുകയുണ്ടായി. അങ്ങനെ 20 സ്കൂളുകൾക്കാണ് പണം അനുവദിച്ചത്. ഓഡിറ്റോറിയങ്ങൾ അനുവദിച്ചു. മിക്കവാറും എല്ലാ സ്കൂളുകൾക്കും കമ്പ്യൂട്ടറുകൾ അങ്ങനെ സജ്ജമാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിഞ്ഞു. അത് നമ്മുടെ ശോശാബ ടീച്ചറുടെ എന്നെ പഠിപ്പിച്ച ടീച്ചറുടെ മോനാണ്. പഠിപ്പിച്ചതാണ് 6ാം ക്ലാസ്സിൽ എന്നെ ഏത് സ്കൂളിൽ പഠിപ്പിച്ചത്. അപ്പോൾ ടീച്ചർ പിന്നെ ഒരുപാട് സ്കൂളിലെല്ലാം പോയി. പെരുങ്ങല്ലൂർ സ്കൂളിൽ മെച്ചമായിരിക്കുന്ന അവസരത്തിലാണ് അന്ന് ആ സ്കൂൾ കൂട്ടാൻ തീരുമാനിച്ചത്. അപ്പോൾ ടീച്ചർ എന്നെ രാത്രി വിളിച്ചിട്ട് ഇങ്ങനെ സ്കൂൾ കൂട്ടാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു. ടീച്ചർ പിന്നെ തിരുവനന്തപുരത്ത് പിറ്റേ ദിവസം വന്ന് ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയെല്ലാം കണ്ട് ആ പൂട്ടുന്നതിൽ നിന്ന് അത് ഒഴിവാക്കി ഇന്നത് മനോഹരമായിട്ടുള്ളൊരു വിദ്യാലയമായി മാറി തലേത് കൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്കൂളും പൂട്ടുന്നില്ല, എല്ലാ പൂട്ടിയ സ്കൂളുകളും തുറന്ന് സ്കൂളുകളെല്ലാം മനോഹരമായി മാറിയിരിക്കും. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും നിങ്ങളുടെ എല്ലാം ഉദ്ഘാടനം ചെയ്തത് ഇതല്ലേ? ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞു. അതിനിടയ്ക്കായി ഇടപെടലും അനുവാദത്തോടെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഈ സ്കൂൾ തയ്യാറായിട്ടുണ്ട്. ഈ സ്കൂളിൽ ഏറ്റവും നേരിടുന്ന പ്രശ്നം ഒരു വാഹന സൗകര്യത്തിന്റെ അപര്യാപ്തതയാണ്. ബഹുമാനപ്പെട്ട MLA അത് പരിഹരിക്കും എന്ന് അറിയിക്കും. അതാ ചോദിക്കുന്നത് ഇവിടെ ഫോട്ടോ വന്നിട്ടുള്ളതോ? ശരി. അല്ല അതിന് കൂടെ ചെയ്ത് രണ്ടും കൂടെ ഒരുമിച്ചായത് അതിന്റെ ശരിയ സ്ഥാപനം കൂടെ
ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഞാൻ ഫോട്ടോയിൽ കണ്ണാടി കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇന്നാണ് കണ്ണാടി. ഞാൻ പറഞ്ഞു സമ്മേളനത്തിന് ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനിയായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി കെ ജ്യോതി അവരെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വളരെ സന്തോഷം നിറഞ്ഞ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ ലിജു ആലുവിള, സ്വാഗതം ആശംസിച്ച് സംസാരിച്ച പ്രിൻസിപ്പൽ ശ്രീമതി ജി അമ്പിളി, ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച പുനലൂരിലെ പ്രിയപ്പെട്ട എംഎൽഎ ശ്രീ പി എസ് സുഭാൻ, 5 ബ്ലോക്ക് പഞ്ചായത്തിലെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ വി എസ് റാണ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ എസ് കെ പ്രേംരാജ്, വാർഡ് മെമ്പർ ശ്രീമതി രാധ ചേച്ചി, വാർഡ് മെമ്പർ ശ്രീമതി ജ്യോതി വിശ്വനാഥ്, പ്രസിഡന്റ് ശ്രീ കെ മനോജ്കുമാർ, SMC ചെയർമാൻ ശ്രീ MS നാസർ, മുൻ വാർഡ് മെമ്പർ ശ്രീ വി എസ് സജയകുമാർ, വെൽഫെയർ കമ്മിറ്റി അംഗം ശ്രീ എൻ റാഫി, NPTA പ്രസിഡന്റ് ശ്രീമതി സീമ എൽ, വൈസ് പ്രസിഡന്റ് ശ്രീ രതീഷ് ബാലൻ, ശ്രീ CPIM ആയൂർ LC സെക്രട്ടറി ശ്രീ അമൽ വർഗീസ്, CPI ആയൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ ആയൂർ ഉണ്ണികൃഷ്ണൻ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ കെ സന്തോഷ് കുമാർ, ശ്രീമതി ആൻസി കെ ജോർജ്, ഹെഡ്മാസ്റ്റർ ശ്രീ ഉമാംഷ, SMC അംഗം ശ്രീ പി മുരളി, ഹെഡ്മാസ്റ്റർ ശ്രീമതി ദീപ KS തുടങ്ങി വേദിയിൽ സദസ്സിലിരിക്കുന്ന ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ കുട്ടികളെ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു ചടങ്ങിനാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചത്. ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ സംസ്ഥാനത്തെമ്പാടും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വളരെ വലിയ നിലയിലുള്ള വികസന മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്, ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുന്നതിന്, വിദ്യാർത്ഥികളുടെ പഠന പാഠ്യേതര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്കെല്ലാമായി സംസ്ഥാന ഗവൺമെന്റ് 5000 കോടിയിൽ പരം രൂപ ചെലവഴിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസ മേഖല ഒരു കാലത്ത് വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരുന്നതും ഇവിടെ തന്നെ സൂചിപ്പിച്ച പോലെ പല വിദ്യാലയങ്ങൾ അടച്ച് പൂട്ടപ്പെടേണ്ട അവസ്ഥയിൽ എത്തിയതെല്ലാം നമുക്ക് മുന്നേ അറിയുന്നതാണ്. ആ അവസ്ഥയിൽ നിന്നെല്ലാം മാറി ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് മറ്റ് മേഖലകളിൽ നിന്ന് 10 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ വന്നു ചേർന്നു എന്ന വലിയ ഒരു മാറ്റത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല തിരഞ്ഞെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഒരു ഒട്ടനവധി വിദ്യാലയങ്ങളിൽ ഇതുപോലെ ക്ലാസ് മുറികളുടെ ഉദ്ഘാടനമായി, ബഹുനില കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമായി, അതുപോലെ തന്നെ പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനമായി എല്ലാം വിവിധ വിദ്യാലയങ്ങൾ നമ്മുടെ മണ്ഡലത്തിലും ഇത്തരത്തിലുള്ള വികസന മുന്നേറ്റത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ്. ആ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയുടെ ഒരു യോഗം വിളിച്ചു ചേർത്തപ്പോൾ ഏഷ്യയിൽ വെച്ച് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ 16 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ല കൊല്ലം ജില്ലയാണെന്ന ഒരു കാര്യം അവർ സൂചിപ്പിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അതുകൂടി നമ്മൾ
സമൂഹം ഇന്ന് വളരെയധികം വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിത രീതികളിലും നമ്മുടെ കാഴ്ചപ്പാടുകളിലുമെല്ലാം വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അതിന്റെ എല്ലാ ഭാഗമായി നമ്മുടെ കുട്ടികളും യുവതലമുറയുമെല്ലാം നമുക്കെല്ലാം പരിചയമല്ലാത്ത ചില മേഖലയിലേക്ക് അല്ലെങ്കിൽ ചില കാര്യങ്ങളിലേക്ക് ഒഴുകിപ്പോയിരിക്കുന്ന അല്ലെങ്കിൽ മാറിപ്പോയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. മദ്യം, മയക്കുമരുന്ന് മാത്രമല്ല, മൊബൈൽ അഡിക്ഷൻ മാത്രമല്ല, പലതരത്തിലുള്ള കെണികളിലും നമ്മുടെ വിദ്യാർത്ഥികളും യുവജനങ്ങളും ചെന്ന് ചാടുന്ന ഒരു അവസ്ഥയുണ്ട്. അവരെ മറ്റു പല വിദ്യാലയങ്ങളിൽ അധ്യാപകരുമായെല്ലാം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കോവിഡിന് ശേഷം ഉള്ള കാലത്തെ കുട്ടികളെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമെല്ലാം കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അവരെ ഏത് രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് അപ്പോൾ ഒരു മാർഗം, ഒരു വഴിയില്ലാത്ത രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇന്നത്തെ രക്ഷിതാക്കളും അധ്യാപകരുമെല്ലാം നേരിടുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ട് പഠിക്കുകയും അതിനൊപ്പം നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മൂല്യബോധം കൂടി അറിഞ്ഞുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരുന്ന പറയേണ്ട വലിയ ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കെല്ലാവർക്കും ഉണ്ട്. അതോ നമ്മളോട് കാലഘട്ടം തന്നെ ആവശ്യപ്പെടുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണെന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലെ നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് മുന്നേറണം, അല്ലെങ്കിൽ ഒരുമിച്ച് തുടരണം, ഒരുമിച്ച് ചേരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്തതിലുള്ള സന്തോഷം പങ്കുവെച്ച് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ PS റാണ അവരുടെ ഈ പരിപാടിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ ബിജു അവർ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച നമ്മുടെ സ്കൂളിലെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഈ സ്കൂൾ കെട്ടിടം ഈ നാടിന് വേണ്ടി സമർപ്പിച്ച പ്രിയപ്പെട്ട MLA ശ്രീ സുധാകരൻ ആശംസകൾ സംസാരിച്ച ബഹുമാന്യനായ ശ്രീമതി KK ജോജിപ്പോയി, ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീ ബാബു പ്രമുഖരായ ശ്രീ ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ശ്രീ മനോജ് കുമാർ അവർ, SLC ചെയർമാൻ ശ്രീ നാസർ അവർ, ശ്രീ GS അജയ് അവർ, ശ്രീ റാഫി അവർ, MPTA പ്രസിഡന്റ് ശ്രീ സീമ, ശ്രീ ഗിരീഷ് ബാലൻ, ശ്രീ അമലോജി, CPI ആയോഗ് സെക്രട്ടറി ശ്രീ ആയോഗ് അവർ, ശ്രീ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു, ശ്രീ സന്തോഷ് കുമാർ HSന്റെ വൈസ് സെക്രട്ടറി, ശ്രീമതി RCK ജോയി, ശ്രീ മോഹൻ അവർ, ശ്രീ കുമാർ ഷാ അവർ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബ്ലോക്ക് ഡിവിഷന്റെ അവസാന ഭാഗമാണ് നമ്മുടെ ഈ സ്കൂള് നയിക്കുന്ന പ്രദേശം. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിച്ചപ്പോൾ ബഹുമാനപ്പെട്ട 2 അച്ഛന്മാരും കുട്ടികളുടെ കുറവുകളെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ മെച്ചപ്പെടുകയും അതനുസരിച്ച് കുറേയേറെ കുട്ടികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കടന്നുവരവ്
ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ പ്രധാന പട്ടണങ്ങളിലുള്ള പൊതുവിദ്യാലയങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രവേശന തിക്കും തിരക്കുമൊക്കെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇവിടുത്തെ PTA പ്രധാനപ്പെട്ട അംഗങ്ങളുടെ കൂടി ആത്മാർത്ഥമായ ശ്രമത്തിന്റെ ഫലമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കെട്ടിടവും അതുപോലെ വിദ്യാഭ്യാസ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ലഭ്യമായിട്ടുള്ള കെട്ടിടവും ഇനി തുടർന്ന് അങ്ങോട്ട് ഞങ്ങൾ ജനപ്രതിനിധികൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള അല്ലെങ്കിൽ ഞങ്ങളെന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൂടി പറയേണ്ടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിശദമാർഗം കൂടി കാട്ടിത്തരുന്ന ആൾക്കാർ കൂടിയാണ് ഈ PTA ഭാരവാഹികൾ. അവരെ ഈ അവസരത്തിൽ ഞാൻ വളരെ ആദ്യമായി പുസ്തകം പ്രശംസിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾ വർദ്ധിക്കുന്നത് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നതിനോടൊപ്പം വാഹന സൗകര്യങ്ങളുടെ കൂടി പങ്കുകൊണ്ടാണ് അല്ലെങ്കിൽ സഹായം ഉണ്ടാകുന്നതുകൊണ്ട് പറഞ്ഞു. ഇടയ്ക്ക് ഞാൻ മെമ്പറായിട്ടുള്ള ആഗ്രഹം സ്കൂളുണ്ട്, അവിടെ ഇതുപോലെ വാഹനം ലഭ്യമാകുന്നുണ്ടായി. ആ സമയത്ത് നമ്മുടെ പ്രസാദ് സാറൊക്കെ അവിടെ അയച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ആ സ്കൂളിന് വാഹനം ലഭ്യമായപ്പോൾ പട്ടിണിക്കാരൻ്റെ ആനയെ ലോട്ടറി അടിച്ച അവസ്ഥയാണ്. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. കാരണം പട്ടിണിക്കാരൻ്റെ ആനയെ ലോട്ടറി അടിച്ചാൽ കഴിഞ്ഞാൽ ആനയെ പോയാൽ കിട്ടും. ആ ഒരു അവസ്ഥയാണ്. വിശിഷ്ടാതിഥികളെ ദീർഘമായ പ്രശ്നത്തിലേക്കുള്ള ഒരു സ്ഥലമല്ലാന്നാണ്. എങ്കിൽ പോലും റിപ്പോർട്ട് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ സൂചിപ്പിച്ച ഒരു വിഷയം മാത്രം സംസാരിച്ചുകൊണ്ട് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആയിലെ ടൗൺ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ്. ഒരുപക്ഷെ ഏകദേശം ഈ 2-3 പഞ്ചായത്തുകൾ എറമാട്, കുട്ടിക, എറണാകുളത്തെ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപക്ഷെ ഉന്നൂർ പഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി വരുന്ന ഒരു ഗവൺമെന്റ് സ്കൂളാണ്. ഹയർ സെക്കൻഡറിയിലുള്ള ഒരു ഗവൺമെന്റ് സ്കൂളാണ്. ആ സ്കൂളില് ഹൈസ്കൂൾ തലവരെയുള്ള വിദ്യാർത്ഥികളെയാണ്, എനിക്ക് 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് 70 ആണ് എന്നാണ് സൂചിപ്പിച്ചിരുന്നത്. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഉള്ള ഒരു സ്കൂളിൽ ഉണ്ടാകേണ്ട ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ തീരെ കുറഞ്ഞ പരിമിതമാണ്. നമ്മുടെ നാളെ SSLC എക്സാം തുടങ്ങുകയാണ്. മനുഷ്യർ ഹയർ സെക്കൻഡറി എക്സാം കഴിഞ്ഞ് പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പുതിയ വിദ്യാർത്ഥികളെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് അവരുടെ വീടുകളിലേക്ക് പോയി പരമാവധി ഹെൽപ്പ് ജനറേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ വീടുകളിലേക്ക് പോയി വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പഠിക്കേണ്ട ആവശ്യകത എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കും. അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുവാൻ സ്കൂൾ അധികൃതർ തയ്യാറാകണം. അതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയും PTA കമ്മിറ്റിയും തയ്യാറായി മുന്നോട്ട് വരണം. ഞങ്ങൾ ഈ പ്രദേശത്തെ ജനപ്രതിനിധികൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നത് മാത്രം ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരുമായ ആശംസകൾ നൽകുന്നത് നിർത്തുന്നു. വാർഡ് മെമ്പർ കൂടിയ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന പെരുമാറ്റൂർ പഞ്ചായത്തിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ ബിജു ആരോള, സ്വാഗതം ആശംസിച്ച നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പൽ ശ്രീമതി ജി അമ്പിളി, അതുപോലെ തന്നെ ഉദ്ഘാടന നിർവഹിച്ചുകൊള്ളുന്ന പിൻവാങ്ങിയ നമ്മുടെ ബഹുമാന്യനായ പ്രതിനിധിയുടെ പ്രിയങ്കരനായ ശ്രീ PS അവർ, ഈ യോഗത്തിന് ആശംസ അർപ്പിച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീമതി KK ജ്യോതി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള രാജ്, VS റാണ, വാർഡ് മെമ്പർ ശ്രീമതി ജ്യോതി വിശ്വനാഥ്, ഹൈസ്കൂളിന്റെ പ്രിയപ്പെട്ട HM, മറ്റ് അധ്യാപകർ, അനധ്യാപകർ, ബഹുമാന്യരെ, നമ്മളിപ്പോൾ രക്ഷാകർത്താക്കളെ പറയുന്നത് രക്ഷാകർത്താവില്ല, എല്ലാവരും ഒന്ന് നമ്മളെ അധ്യാപകരായിട്ടുള്ളവരായിരിക്കുന്നു. നമ്മൾ നിരന്തരം കാണുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. എന്നാൽ എനിക്ക് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ, അതുകൊണ്ട് തിരികെ പറയാവുള്ളൂ. ഒരു കാര്യം മാത്രമേ പറയത്തുള്ളൂ, നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാലും ഹയർ സെക്കൻഡറിക്ക് പുതിയ ബിൽഡിംഗായി, ഹൈസ്കൂളിൽ ഇപ്പോൾ പുതിയ ബിൽഡിംഗായി, ഒരു വികസന പ്രവർത്തനങ്ങൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കും. ഉറപ്പാണത്. അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വികസന
ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ജില്ലാ പഞ്ചായത്തിന്റെ ഭരണത്തിന് കീഴിലാണ്. UPS പഞ്ചായത്തുമാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി എല്ലാ തരത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് റാണാമ്പുറം അങ്ങനെ ചെയ്തു തരാൻ വേണ്ട കൂടുതലൊക്കെ പറഞ്ഞെങ്കിലും ആളായിട്ട് നിൽക്കാൻ പറ്റുന്നത് ഒറ്റ പ്രോജക്റ്റ് വെക്കാൻ പറ്റത്തില്ല. അത് ഞാൻ ഇരുന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കിയതാണ്. നമുക്ക് സ്കൂളിൽ വിട്ടുവെക്കാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു പ്രോജക്റ്റ് സ്കൂളിന് വേണ്ടി തന്നെ പ്ലാൻ ഫണ്ട് വെച്ചിട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കാം. പ്ലാൻ ഫണ്ടിന് മാത്രം ചെയ്തു കൊടുക്കാം എന്നുള്ളതുള്ളൂ. അതിന് അവർക്ക് ആ പ്ലാൻ ഫണ്ട് കാണാൻ പരിമിതമായിരിക്കും. ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ എന്തായാലും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിച്ചുകൊണ്ടിരിക്കും. തുടർന്ന് വരുന്ന നമുക്ക് വരുന്ന അധ്യയന വർഷം മുതൽ നമുക്ക് നമ്മളോടൊപ്പം എല്ലാ തരത്തിലുള്ള ജനപ്രതിനിധികളുണ്ട്, പഞ്ചായത്ത് സമിതികളുണ്ട്, എല്ലാം ഉള്ളത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം നമുക്കുള്ള എല്ലാ കുട്ടികളും ഇവിടെ പരിമിതമായ കുട്ടികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. അത് എല്ലാ കുട്ടികളും വിജയിച്ചുവെങ്കിലും നമ്മളിപ്പം മാതൃക പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും പറയുന്ന നമുക്ക് അഞ്ചലും അവിടെ ഇവിടെയൊക്കെ എടുക്കുമ്പോൾ 100% A+ അല്ലെങ്കിൽ 80% A+ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 3 A+ കിട്ടും, 3 പോരാ. നമുക്ക് വിരലിലെണ്ണാവുന്ന പരിമിതമായ കുട്ടികളാണ്. മുഴുവൻ കുട്ടികളും A+ വാങ്ങിച്ച് വിജയിച്ചു എന്ന് നമുക്ക് പറയാനൊരു അവസരം ഉണ്ടാക്കി. അങ്ങനെ ആ റിസൾട്ടുകൾ നമുക്ക് നമ്മുടെ കുട്ടികൾ അങ്ങനെ മെച്ചപ്പെട്ടതാണ് എന്നുള്ളൊരു റിസൾട്ട് ജനങ്ങളിലേക്ക് എത്തിച്ച് തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഹൈസ്കൂളിൻ്റെയും UPSൻ്റെയും ശോചനീയാവസ്ഥ നമുക്ക് പരിഹരിക്കാം. ബസ് വാങ്ങിക്കുന്ന കാര്യം നമുക്ക് അനുഭവപൂർവ്വം ഇപ്പോൾ തൽക്കാലം ഈ വർഷം നടന്നതിൽ ഇപ്പോൾ MLA പറഞ്ഞത് അനുഭവപൂർവ്വം പരിഗണിക്കാം. നമ്മൾ സൂചിപ്പിച്ചോ പറഞ്ഞ് പരിഗണിക്കാം. അതൊക്കെ ഈ വരുന്ന ആരാണെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുന്ന MLA-മാരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും ഇപ്പം ഇരിക്കുന്ന MLA-ക്ക് എല്ലാ വർഷവും ഫണ്ട് അലോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ അതൊക്കെ നമുക്ക് പരിഹരിക്കാം. എന്തായാലും ശരി, നമ്മുടെ റിസൾട്ടും നമ്മുടെ കുട്ടികളുടെ പൊതുവിൽ ചില അഭിപ്രായങ്ങളെല്ലാം മെച്ചപ്പെടുത്തിയെടുക്കാൻ നമുക്ക് പിള്ളേർ കരുതിയുണ്ടാവും. അതിന് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ എന്തായാലും നമുക്ക് വളരെ പരിമിതമായ സമയമാണ് ഒരുക്കത്തിന് കിട്ടിയത്. ആ പരിമിതമായ സമയം കൊണ്ട് വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ആ സംഘടിപ്പിച്ചവരെ അഭിനന്ദിച്ചുകൊണ്ടും ഈ ചടങ്ങ് എല്ലാവിധ ആശംസയും നേരിട്ടു. നന്ദി, നമസ്കാരം. ശ്രീമതി ജ്യോതി വിശ്വനാഥ് ഉപാധ്യായ. യോഗത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജു അരവിള, ഇവിടെ സ്വാഗതാശംസിച്ച അമ്മി ടീച്ചർ, യോഗം ഉദ്ഘാടനം ചെയ്ത പുനലൂരിലെ ബഹുമാന്യനായ MLA ശ്രീ PA സുബാൻ, അതുപോലെ തന്നെ ബ്ലോക്കിന്റെ പ്രസിഡന്റ് ശ്രീമതി KK ജ്യോതി, ഡിവിഷൻ മെമ്പർമാരായ DS റാണ, SJ കൈൽക്കാജി, ഈ വാർഡിന്റെ പ്രിയപ്പെട്ട മെമ്പർ രാജേന്ദ്രൻ, PTA, മറ്റ് വിദ്യാർത്ഥികളെ എന്ന് പറയുന്നതില്ല, അധ്യാപകരെ, വിദ്യാർത്ഥികളെ കുറേ പേര് പുറത്തുനിന്നുകൊണ്ട് നമുക്കറിയാം നാളെ SSLC-യുടെ എക്സാം ആരംഭിക്കുകയാണ്. ആ സമയത്ത് അവർക്ക് നിരവധിയായ കാര്യങ്ങളുണ്ട്, സ്കൂൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, എല്ലാം നമുക്കറിയാം. എന്നിരുന്നാലും ഈ ഒരു വലിയ വേളയിലായാലും നമുക്ക് നന്നായിട്ട് ഇതിലൊരു ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്നുള്ള സന്തോഷത്തോടെയാണ് നടത്തുന്നത്. ഇവിടെ ഞാനൊന്ന് മാത്രം സൂചിപ്പിച്ചു പോവുകയാണ്. നന്നായിട്ട് നല്ല നിലവാരത്തിൽ പ്രവർത്തിച്ചിരുന്ന ഈ ഒരു ചെറുപുഴ സ്കൂൾ ഇനിയുള്ള കാലത്തെങ്കിലും നന്നായിട്ട് പഠന നിലവാരം നന്നായി ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ അഭാവം നന്നായി നമ്മളെ തളർത്തുന്നുണ്ട്. പക്ഷേ ഈ സ്കൂളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഇവിടെ ബ്ലോക്കിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് പറഞ്ഞതുപോലെ കുട്ടികൾ വളരെ അവർക്ക് ഒന്നിനെയും ഒരു പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു പ്രവണത കൂടിയുണ്ട്. അതുപോലെ തന്നെ കോവിഡ് കഴിഞ്ഞതിന്
വന്നതിന് ശേഷം എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ എല്ലാവിധമായ സൗകര്യങ്ങളോടും കൂടിയ മൊബൈൽ കയ്യിൽ വന്നതോടുകൂടി അവരുടെ ആ ഒരു പഠിത്തം എന്നുള്ള ലക്ഷ്യത്തിൽ നിന്നൊക്കെ മാറി അവർ മറ്റു രീതികളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഈ സ്കൂളിന്റെയും ചുറ്റുവട്ടത്ത് വിവിധങ്ങളായ വിൽപ്പനകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ കുട്ടികൾ ഒന്നും ചെയ്യില്ല എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്. ഒരു രക്ഷകർത്താവും എന്റെ കുട്ടി മോശമാണ് എന്ന് പറയില്ല. നമ്മൾ ആരെങ്കിലും പറഞ്ഞറിഞ്ഞാൽ തന്നെ അവരതിനെ ഒരിക്കലും അംഗീകരിച്ചു തരില്ല, എതിർക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടിയെ നമ്മൾ അവരോടൊപ്പം യാത്ര ചെയ്ത് അവരെങ്ങോട്ടാണ് അവരുടെ യാത്ര എന്ന് അനുഭാവപൂർവ്വം അവരെ സ്നേഹിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് ഓരോ കുടുംബങ്ങളും ഓരോ കുട്ടികളെയും നല്ല തലമുറയെ വാർത്തെടുക്കാൻ നമ്മുടെ സ്കൂളിൽ ഒരു ഭാഗമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ത്യയുടെ പ്രസിഡന്റ് ശ്രീ മനോജ് പൊതുവെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയാണ്. നമ്മുടെ ബഹുമാനിയായിട്ടുള്ള മെമ്പറുടെ പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ പ്രാവശ്യവും വിജയശതമാനം നല്ല രീതിയിലുള്ള വിജയശതമാനം ഉണ്ടായിരുന്നു. നമ്മുടെ 30 കുട്ടികൾ എഴുതിയതിൽ 13 A+. വിജയശതമാനം 100% വിജയവും നമുക്ക് തുടരുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊല്ലം ജില്ലയിലെ തന്നെ രണ്ടാമത്തെ മികച്ച വിജയ ശതമാനമുള്ള സ്കൂളാണ് നമ്മളുടേത്. അത് ഇപ്രാവശ്യം 1ാം സ്ഥാനത്തേക്ക് നമുക്ക് എത്തിക്കുവാനുള്ള പ്രയത്നങ്ങളാണ് നമ്മൾ തുടരുന്നത്. പിന്നെ ഒരു ക്ഷമാപണം എന്ന് പറഞ്ഞാൽ നമ്മൾ 2.5 മണി തൊട്ട് ഇവിടെ രക്ഷകർത്താക്കളെ ഒരുവിധ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. നാളത്തെ SSLC പരീക്ഷയും ഹയർ സെക്കൻഡറി പരീക്ഷയും തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് കുട്ടികളെ ഇവിടെ എത്തിക്കുവാനുള്ള കഴിയത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് കുട്ടികൾ എല്ലാവരും പോകുന്നത്. ഒരു ക്ഷമാപണമായിട്ട് കരുതി ഈ സ്കൂളിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് ഈ സ്കൂളിൽ ഈ ഉദ്ഘാടന കർമ്മത്തിൽ എത്തിച്ചേർന്ന എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബഹുമാനിയ ഇടവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ലിജു അനന്ത, അതിനായ ഉദ്ഘാടകൻ പുനലൂരിലെ MLA PS സുധാകരൻ, മുഖ്യ ആശംസകൾ നിർവഹിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KK ജോലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, അതുപോലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏതാണ്ട് 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിട്ടുള്ള പുതിയ കെട്ടിടത്തിന്റെയും അതുപോലെ 1 കോടി രൂപ ചെലവിൽ നിർമ്മാണം തുടങ്ങിയിട്ടുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണവും നിർമ്മാണവുമാണ് ഇന്ന് നിർവഹിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ സ്കൂളിന്റെ നല്ല പ്രവർത്തനത്തിന് മുതൽക്കൂട്ടാക്കുന്ന നിലയിലാണ് പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുവാനും അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ അനുവദിച്ചുകൊണ്ട് ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയെ പരിപോഷിപ്പിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് പല കാര്യത്തിലും ഈ സ്കൂളുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ 2 കെട്ടിടങ്ങളായി. അതുപോലെ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ഷാജി സാർ ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ PTA കമ്മിറ്റി അടക്കം നിവേദനം കൊടുത്തുകൊണ്ട് ഫ്രണ്ടിൽ പ്രവേശന കവാടം അനുവദിക്കുന്നതിന് അദ്ദേഹം 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്. അതിന്റെ പണി ഏതാണ്ട് പൂർത്തീകരണത്തിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അതിന്റെയും ഉദ്ഘാടനം ഒന്നുകിൽ ഒരു അധ്യയന വർഷങ്ങളിൽ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പൊതു വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് അംഗങ്ങളായാലും ലോക്കൽ അംഗങ്ങളായാലും MLA ആയാലും ജില്ലാ പഞ്ചായത്ത് മെമ്പറായാലും
അവരുടേതായ കഴിവുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്കൂളിന് വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തി വരുമ്പോൾ അധ്യാപകരും അതോടൊപ്പം തന്നെ PTA കമ്മിറ്റി അടക്കം വരുന്ന അധ്യയന വർഷത്തിലേക്ക് ഈ സ്കൂളിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിൽ ഇടപെടൽ നടത്തുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയണം. അതോടൊപ്പം സ്കൂളിന്റെ ഒരു വാഹനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക. MLA ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. MLAക്ക് ഇനി ഫണ്ടനുവദിക്കാനുള്ള സാഹചര്യം ഇപ്പോഴില്ല. എന്നിരുന്നാൽ തന്നെയും ഇവിടുത്തെ PTA-യും വെൽഫെയർ കമ്മിറ്റി എല്ലാവരും ചേർന്ന് എപ്പിക്ക് കൂടി ഒരു നിവേദനം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നായാലും അടിയന്തര ഘട്ടത്തിൽ നിന്ന് ഒരു വാഹനം കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഈ കെട്ടിട ഉദ്ഘാടനത്തിന് എന്നെ കൂടി ക്ഷണിച്ച PTA കമ്മിറ്റിക്ക് എല്ലാവരും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിൽ എല്ലാവരും ആശംസകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നടപടികൾ അവസാനിക്കുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സന്തോഷ് കുമാർ അവരുടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ മുഴുവൻ വിശിഷ്ട വ്യക്തികൾ MLA ഉൾപ്പെടെയുള്ള മുഴുവൻ വിശിഷ്ട വ്യക്തികൾക്കും അതുപോലെ തന്നെ ഈ ഉദ്ഘാടന സമ്മേളനം ജീവിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ രക്ഷിതാക്കൾക്കും അതുപോലെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ അധ്യാപകർ, അനധ്യാപകർ, അങ്ങനെ മുഴുവൻ പേരെയും ഈ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള മുഴുവൻ വ്യക്തികളെയും ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി ഒറ്റവാക്കിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ ഉദ്ഘാടന സമ്മേളനം അവസാനിച്ചതായി അറിയിക്കുന്നു.